അങ്ങനെ ഇന്ന് ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായി. 6 മണി ആയപ്പോഴാണ് സത്യത്തിൽ അറിഞ്ഞത്. പെട്ടെന്ന് എണീറ്റു. ചോറിന് വേഗം അരി കഴുകിയിട്ട് അത് അടുപ്പത്ത് വെച്ചു. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ അരിയും വെള്ളം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ചോറുണ്ടാക്കുന്നത്. എൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് പിന്നെയാണ് അരി ഇടുക. എനിക്ക് തോന്നുന്നു അത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ എളുപ്പപ്പണിക്കും ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചോറിന് അരിയിട്ടതിന് ശേഷമാണ് ഞാൻ ഫ്രഷ് ആവാനൊക്കെ പോയത്. കാരണം ചോറ് വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാപ്പിൽ പോയിട്ടാണ് ഞാൻ ഫ്രഷ് ആവുകയൊക്കെ ചെയ്തത്. പിന്നെ ഇന്ന് രാവിലത്തേക്ക് പുട്ടായിരുന്നു. കാരണം കുറച്ച് പഴം ഒഴുപ്പുണ്ടായിരുന്നു, പഴുത്തത്. അപ്പം അത് തീർക്കണമെങ്കിൽ പുട്ടൊക്കെ തന്നെ വേണം. അങ്ങനെ പുട്ടിനുള്ള മാവൊക്കെ നനച്ച് വെച്ച് കുറച്ച് ബീൻസ് ഞാൻ ഇന്നലെ അരിഞ്ഞ് വെച്ചായിരുന്നു. അതെടുത്ത് വെച്ചിട്ട് കുറച്ച് തോരനും ഉണ്ടാക്കി. കാരണം കറി ഞാൻ രാത്രി വെച്ച കറിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉച്ചത്തേക്ക് അത് പോയിക്കോളും. തോരൻ മാത്രം വെച്ചാൽ മതി. ലച്ചുവിന് ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്നാക്സ് ബോക്സിൽ സ്ട്രോബെറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ ലഞ്ചിൻ്റെ കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഓംപ്ലേറ്റ് കൂടെ അടിച്ചു. ലച്ചുവിന് ഈ സ്ട്രോബെറി, ഓറഞ്ച് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കൊണ്ടുപോയാൽ മുഴുവൻ കഴിച്ചിട്ട് വരും.